ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരന് വേണ്ട ഐറ്റംസ് ആണ് ഈ കാണുന്നതെല്ലാം. അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വഴിയെ പറയാം കേട്ടോ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിടാനാണ് കേട്ടോ ഞാൻ ഈ ക്യാബേജ് തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാട്ടോ. അതിനുശേഷം ഞാനിവിടെ ചൂനിയമുളകാണ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്. ചൂനിയമുളക് ഇട്ടൊന്ന് പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും പൊട്ടുകടലയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നമുക്ക് കടുകും ഉഴുന്നും പൊട്ടുകടലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ വഴറ്റിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാബേജ് ഒരു 90% വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിരണ്ടി വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലോണം ഒരു പിടി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു സിമ്പിൾ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.